ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് 2024 എൻ്റെ ഫസ്റ്റ് ഓണം ഓർഡറിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ നമ്മളൊരു 2 മാസം മുമ്പൊക്കെ നമ്മളുടെ ഓണം പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഈ ഒരു ഓർഡർ വന്നിട്ടുള്ളത് കാനഡയിൽ നിന്നാണ്. നമ്മളുടെ റെഗുലർ കസ്റ്റമർക്ക് വേണ്ടി തന്നെയാണ്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു മെറ്റേണിറ്റി വെയറിൻ്റെ. അപ്പോൾ ആ ഒരു കസ്റ്റമറിന് വേണ്ടി തന്നെയാണ് ഈ ഒരു ഓർഡറും. ഒരു പട്ടുപാവാടയും അതുപോലെ തന്നെ ഒരു ഫ്രോക്കും ആണ് അവർ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ദിവസം പോയി. അപ്പോൾ അവിടെ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ എല്ലാം വീഡിയോസും ഫോട്ടോസും എല്ലാം ഞാൻ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അജ്രക് പ്രിൻ്റ് ആണല്ലോ ഇപ്പോഴത്തെയും ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത്. അപ്പോൾ ടോപ്പിന് വേണ്ടിയിട്ട് അജ്രക് പ്രിൻ്റ് മെറ്റീരിയലാണ് ചൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ എടുത്തതിൽ നിന്നും ഒരു മെറ്റീരിയൽ അവർ സെലക്ട് ചെയ്തു. നേവി ബ്ലൂ കളറിലുള്ള ഒരു അജ്രക് പ്രിൻ്റ് ആയിരുന്നു അവർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആ സമയത്ത് വേറെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസിൻ്റെയും വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അപ്പോൾ നമുക്ക് അവർക്ക് വേറെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് നോക്കിയാൽ മതിയല്ലോ, റെഫർ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ പട്ടുപാവാട വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ തന്നെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തതും. അന്ന് തന്നെ ഞാൻ ഡിസ്പാച്ചും ചെയ്തു, കാരണം അവർക്ക് അധികം ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്കേർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലെയിൻ ടിഷ്യൂ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. ടിഷ്യൂ മെറ്റീരിയലിൻ്റെ താഴെയായിട്ട് ഇതുപോലെ ഒരു 1 ഇഞ്ച് വീതിയിൽ നമ്മൾ ആ ഒരു ടോപ്പിൻ്റെ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മളുടെ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഒരു ലോങ് വീഡിയോ ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കണം. കാരണം അതിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് ഇതുപോലെ പ്ലീറ്റ് ഇട്ട് നല്ല ഭംഗിയിൽ എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആ ഒരു ഡിസ്ക്രിപ്ഷനിലും ഞാൻ ആ ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പട്ടുപാവാടയാണ് ഒരു ഓർഡർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഫ്രോക്കും പുതിയ ഏതെങ്കിലും മോഡൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചൂസ് ചെയ്തത് ഒരു ഗോൾഡൻ ബ്രൊക്കേഡ് ആയിരുന്നു. ഈ ഒരു ഗോൾഡൻ ബ്രൊക്കേഡും അതുപോലെ മേലേക്കും നമ്മളൊരു ബനാറസി ആ ഒരു ബ്രൊക്കേഡ് അങ്ങനത്തെ ഒരു ടൈപ്പ് മെറ്റീരിയലാണ് ഉണ്ടായിരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള നല്ല ഭംഗിയുള്ള മെറ്റീരിയലായിരുന്നു. അപ്പോൾ ആ ഒരു മെറ്റീരിയലിൽ അവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് മുഴുവൻ പേസ്റ്റൽ ഷെയ്ഡ്സാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഗോൾഡൻ മെറ്റീരിയലായിട്ട് വെച്ച് നോക്കിയപ്പോൾ ഇത് നന്നായിട്ട് സ്യൂട്ട് ആവുന്നത് പോലെ തോന്നിയിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ പ്രൊഡക്റ്റ്. പഫ് സ്ലീവ് വെച്ചിട്ടുള്ള ഒരു ഫ്രോക്ക് വേണമെന്നായിരുന്നു കസ്റ്റമറുടെ ആവശ്യം ഉണ്ടായിരുന്നത്. സെൻറ്ററിലായിട്ട് ഇതുപോലെ 2 കളേഴ്സിലുള്ള ബോ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. താഴത്തേക്ക് പ്ലീറ്റഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ താഴെ നമ്മൾ കുട്ടികൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല കോട്ടൻ്റെ ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, അതും നമ്മൾ പ്ലീറ്റഡ് ആയിട്ട് തന്നെയാണ് കോട്ടൺ ലൈനിങ്ങും വച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടുമായിരുന്നു നമ്മളുടെ ഫസ്റ്റ് ഓണം ഓർഡർ. അപ്പോൾ ഇത് ഞാൻ മോഡലായിട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചതായിരുന്നില്ല. എപ്പോഴും നമ്മൾ ഓരോ ഓണത്തിനും പുതിയ ഏതെങ്കിലും മോഡൽസ് ആദ്യം അപ്ലോഡ് ചെയ്യാറുണ്ട്. എന്നിട്ട് അതിന് നമുക്ക് എന്തൊക്കെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയാണ് നമ്മൾ ഓർഡേഴ്സ് എല്ലാം എടുക്കാറുള്ളത്. അപ്പോൾ ചിലർ ചോദിക്കാറുള്ള ഡൗട്ടാണ് എങ്ങനെയാണ് ഓർഡേഴ്സ് എടുക്കുന്നത് എന്നുള്ളത്. നമ്മൾ ഇൻസ്റ്റാഗ്രാം വഴിയാണ് മെയിനായിട്ടും ഓർഡേഴ്സ് എടുക്കാറുള്ളത്. അതുപോലെ തന്നെ നമ്മളുടെ അടുത്തുനിന്നും ഓൾറെഡി വാങ്ങിയിട്ടുള്ള കസ്റ്റമേഴ്സ് തന്നെ റെഗുലറായിട്ട് ഓർഡേഴ്സ് തരാറുമുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഇത് പാക്കിംഗ് എന്തെങ്കിലും നോക്കാം. അപ്പോൾ ഈ ഒരു പാക്കിംഗ് കവേഴ്സ് എല്ലാം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നുമാണ് വാങ്ങിയിട്ടുള്ളത്. ഈ ഒരു ട്രാൻസ്പെറൻറ്റ് കവറും അതുപോലെ തന്നെ കൊറിയർ ബാഗും ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്തത്. അത് സൈസ് ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ഏകദേശം 12x14 ഇഞ്ചസ് അതുപോലത്തെ സൈസുകളൊക്കെയാണ് വാങ്ങാറുള്ളത്. ഡിസൈനർ ഫ്രോക്കൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വലിയ കൊറിയർ ബാഗ്സ് ആവശ്യമായിട്ട് വരാം. പിന്നെ നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നത് DTDC കൊറിയർ ത്രൂ ആണ്. സ്പീഡ് പോസ്റ്റ് വേണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പീഡ് പോസ്റ്റായിട്ടും അയച്ചു കൊടുക്കാറുണ്ട്. പക്ഷേ DTDC കൊറിയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കേരളത്തിന് ഒരുവിധം സ്ഥലങ്ങളിലേക്കെല്ലാം നെക്സ്റ്റ് ഡേ തന്നെ കിട്ടാറുണ്ട്. അതുകൊണ്ട് DTDC ആണ് മെയിനായിട്ടും നമ്മൾ പ്രിഫർ ചെയ്യാറുള്ളത്. അപ്പോൾ അധികം വൈകാതെ തന്നെ ഓണം സ്പെഷ്യൽ വീഡിയോസ് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പുതിയ മോഡലുകളിലുള്ള സ്കേർട്ടും ടോപ്പും അതുപോലെ തന്നെ ഫ്രോക്കുകളും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും. നിങ്ങൾക്ക് ഏതെങ്കിലും പെർട്ടിക്കുലർ ഡ്രസ്സസിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. കുറച്ച് പേരൊക്കെ പഫ് സ്ലീവ്സിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെയും അതുപോലെ തന്നെ ഞാൻ വിഷുവിന് കുറച്ച് മോഡൽസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം സ്റ്റിച്ചിങ് വീഡിയോ ഇടാമോ എന്ന് ചോദിച്ചിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറ്റുന്ന പോലെ ആ ഒരു വീഡിയോസും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. അപ്പം നമ്മുടെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അഡ്രസ്സ് ഈ ഒരു പൗച്ച് അതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ പേപ്പറിൽ എന്തെങ്കിലും അഡ്രസ്സ് ചെയ്തിട്ട് അതിൽ വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ പുറമേ തന്നെ നമ്മളുടെ പെർമനൻറ്റ് മാർക്കർ വെച്ചിട്ട് എഴുതിയാലും മതി.
അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.